ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്മൂൻ്റെ ബ്രൈഡ് ട്യൂബിയുടെ വീഡിയോ ആണ്. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് 2 മന്തായി എന്ന് എനിക്കറിയാം. എനിക്ക് ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പ് ബ്രൈഡ് ട്യൂബിയാണ്. അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ശാസ്താംകോട്ട അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്തത്. അതിലുള്ള 3 കുട്ടികൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. രാവിലെ ഒരു 7 മണി ആയപ്പോഴേക്ക് നമ്മൾ അമ്പലത്തിലെത്തി. നമ്മൾ വരുന്ന വഴിയിൽ ഇവരെയൊക്കെ പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ പ്ലാൻ കുറച്ച് ഷൂട്ട് അമ്പലത്തിനകത്തും പുറത്തും വെച്ചും ചെയ്തിട്ട് ബാക്കി നമ്മുടെ കായലിൻ്റെ അവിടെ പോയി ചെയ്യുന്നായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ ബ്രൈഡ് ടു ബി കുറച്ച് മോഡേൺ ടൈപ്പ് ആയതുകൊണ്ട് അവളുടെ എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആക്കി ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റും ചൂസ് ചെയ്തത്. ഷൂട്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. അമ്പലത്തിനകത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കായലിൻ്റെ അവിടേക്ക് പോയി കേട്ടോ. ഏകദേശം ഒരു 1 അവറിന് മേലെ നമ്മൾ അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽ വരുന്നതിന് മുന്നേ ഷൂട്ട് തീർക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പിക്സും ക്ലിപ്സും ഒന്നും കിട്ടത്തില്ലായിരുന്നു. രാവിലത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ DB കോളേജിലാണ് കേട്ടോ പഠിച്ചത്. അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഫ്രണ്ട്സായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അവിടെ ഒരു വെള്ളം കിടപ്പുണ്ടായിരുന്നു, പിന്നെ അതിലായിരുന്നു നമ്മുടെ ഷൂട്ടൊക്കെ. അവിടെ വേറെ കുറച്ച് പേരൊക്കെ റീൽസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി കാണണം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. വെഡ്ഡിങ് കഴിഞ്ഞപ്പോഴേ വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനും ലേറ്റായി. ഇത്രയൊക്കെയുള്ള നമ്മുടെ ബ്രൈഡ് ട്യൂബിയുടെ വിശേഷം. ഒരു ട്രഡീഷണൽ ബ്രൈഡ് ട്യൂബ് എന്ന് പറയാം. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ആക്റ്റീവ് മോഡിലായിരുന്നു കേട്ടോ. അമ്മൂൻ്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ആക്കിയപ്പോഴേ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ഫംഗ്ഷൻ വന്നപ്പോഴും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വെള്ളത്തിൽ കയറാനൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കൂടെ പിള്ളേരെല്ലാം നല്ല അടിപൊളി കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഒന്നും പ്രശ്നമില്ലായിരുന്നു. കുറച്ച് ക്ലിപ്സ് മാത്രമേ വെള്ളത്തിൽ വെച്ച് എടുത്തിട്ടുള്ളൂ, കാരണം എല്ലാവർക്കും നല്ല പേടിയായിരുന്നു കേട്ടോ. വെള്ളം കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബ്രൈഡ് ട്യൂബിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ചിരിക്കാനല്ല ഞാൻ പറ. അയ്യേ ഇതൊക്കെ അതിനകത്ത് അതുകൊണ്ടൊക്കെ എടുത്തിടും. അല്ല, ഞങ്ങളതാ പറഞ്ഞോണ്ടിരുന്നേ. ഹൽദിക്ക് സംഗീതത്തിന് വരുന്ന